ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5th ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ 96ാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ 96ാമത്തെ പേജിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 ആഡഡ് ടു ഇറ്റ് ഈസ് 168. വാട്ട് ആർ ദ നമ്പേഴ്സ്? ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 ആഡഡ് ടു ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഈക്വൽ ടു അതിൻ്റെ കൂടെ 2 കൂട്ടണം. 2 ആഡഡ് ടു ഇറ്റ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2. ഇനി ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 ആഡഡ് ടു ഇറ്റ് ഈസ് 168 ആണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു നമുക്ക് 168 എന്ന് കിട്ടും. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 168 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനായി. അപ്പോൾ ഇതിനെ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യാൻ എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈ ഫോമിലേക്ക് മാറ്റണം. നമുക്ക് 2ab ആണ് ഇവിടുത്തെ ഈ 2x. അപ്പോൾ ഈ 2xന്റെ പകുതി അല്ലെങ്കിൽ 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 168 പ്ലസ് ഇവിടെ ആഡ് ചെയ്ത് 1ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെയും 1ന്റെ സ്ക്വയർ ആയ 1 തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ, അതായത് അത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 169 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 169 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 13 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് പ്ലസ് ഓർ മൈനസ് 13 ആണ്. അപ്പോൾ നമുക്ക് 2 വാല്യൂ അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 13 ഓർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 13. ഇപ്പോൾ എക്സ് പ്ലസ് 1 13 ആവുമ്പോൾ എക്സ് ഈക്വൽ ടു 13 മൈനസ് 1 ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകും ഈക്വൽ ടു 12 എന്നും, ഓർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 13 ആവുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 13 ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് 1 ഈക്വൽ ടു മൈനസ് 14 എന്നും കിട്ടി. നമ്മുടെ നമ്പേഴ്സ് എക്സും എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 12 എക്സ് പ്ലസ് 2 ഈക്വൽ ടു 12 പ്ലസ് 2 ഈക്വൽ ടു 14 എന്ന് കിട്ടും. അവിടെ therefore the numbers are 12 and 14 എന്ന് ആൻസർ കിട്ടും. ഇനി എക്സിന്റെ വാല്യൂ മൈനസ് 14 ആണെങ്കിൽ വെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 14 എക്സ് പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 14 പ്ലസ് 2 ഈക്വൽ ടു മൈനസ് 12 എന്ന ആൻസർ കിട്ടും. therefore the numbers are മൈനസ് 14 ആൻഡ് മൈനസ് 12. അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ ഉണ്ടാവും. എക്സിന് പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന ഒരു സൊല്യൂഷനും എക്സിന്റെ മൈനസ് വാല്യൂ എടുത്ത ഒരു സൊല്യൂഷനും. അപ്പോൾ നമ്പേഴ്സ് 12ഉം 14ഉം ആയാലും ഈ ആൻസർ ശരിയാവും. അതുപോലെ മൈനസ് 14ഉം മൈനസ് 12ഉം ആയാലും ഈ ആൻസർ ശരിയാവും. അങ്ങനെ നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. സം 4 കൂട്ടിയാൽ 4 കിട്ടണം, പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിച്ചാൽ 2 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ് എന്ന് സാധാരണ ഫസ്റ്റ് നമ്പർ എക്സ്. ഇനി അടുത്ത നമ്പർ അതർ നമ്പർ ഈക്വൽ ടു കൂട്ടിയാൽ 4 കിട്ടണമെങ്കിൽ എക്സും ആ നമ്പറും കൂടെ കൂട്ടിയാൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ 4ൽ നിന്നും ഈ എക്സ് കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 4 മൈനസ് എക്സ് എന്ന് എടുക്കാം. ഇനി അതിന്റെ പ്രോഡക്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 2 ആണ്. നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. എക്സ് ഇൻറ്റു 4 മൈനസ് എക്സ് ഈക്വൽ ടു 2 ആണെന്ന് കിട്ടും. ഇപ്പം ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 4 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ എക്സ് സ്ക്വയറിന്റെ സൈൻ മൈനസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇക്വേഷനെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പ്രശ്നം മാറും. ഇക്വേഷൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷനെ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് 4x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സ് സ്ക്വയറിന്റെ സൈൻ മൈനസ് ആണെന്നുള്ള പ്രശ്നം കൂടെ മാറി. ഇനി നമുക്ക് ഇന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 4x അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്നുള്ള വേറെ ചെയ്തിട്ടില്ല ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെ ചെയ്താൽ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4x ആണ്. അപ്പോൾ 4ന്റെ പകുതി 2ന്റെ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ്
4x പ്ലസ് 4ന്റെ പകുതി 2 സ്ക്വയർ ഈക്വൽ ടു മൈനസ് പ്ലസ് ഇവിടെ നമ്മൾ 2 സ്ക്വയർ കൊടുത്ത് അതുകൊണ്ട് ഈ സൈഡിലും 2 സ്ക്വയർ കൊടുക്കണം, അതായത് 4 കൊടുക്കണം. 4 അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2 സ്ക്വയർ, അതായത് അത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്, ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 4 ഈക്വൽ ടു അത് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2. റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 തന്നെയാണ്. അപ്പോൾ എക്സ് മൈനസ് 2 ഈക്വൽ ടു റൂട്ട് 2 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് റൂട്ട് 2. അങ്ങനെ നമുക്ക് രണ്ട് ആൻസർ കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് 2, ഈ മൈനസ് 2 അപ്പുറത്തേക്ക് കൊണ്ടു. അപ്പോൾ ഓർ ഇവിടെ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 പ്ലസ് 2. ഇതിനെ ആൻസർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു മാത്രം. ഇതിനെ 2 പ്ലസ് റൂട്ട് 2 എന്നും ഓർ ഇവിടെ ഇതിനെ 2 മൈനസ് റൂട്ട് 2 എന്ന് എഴുതും. മൈനസ് റൂട്ട് 2 പ്ലസ് 2 തന്നെയാണ്, അത് 2 ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 പ്ലസ് റൂട്ട് 2 എന്നും 2 മൈനസ് റൂട്ട് 2 എന്നും എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഇഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 2, അപ്പോൾ നമ്മുടെ അടുത്ത നമ്പർ അതർ നമ്പർ ഈക്വൽ ടു നമുക്ക് 4 മൈനസ് എക്സ് ആണ്. 4 മൈനസ് എക്സ് ഈക്വൽ ടു 4 മൈനസ് 2 പ്ലസ് റൂട്ട് 2. ഇപ്പോൾ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് ഉണ്ട്, അപ്പോൾ ഇതിന്റെ സൈനിന് മാറ്റം വരും. ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് റൂട്ട് 2 എന്നാവും. ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് റൂട്ട് 2. അപ്പോൾ ഒരു നമ്പർ 2 പ്ലസ് റൂട്ട് 2 ആകുമ്പോൾ അടുത്ത നമ്പർ 2 മൈനസ് റൂട്ട് 2. ഇനി ഇഫ് അതർ നമ്പർ ഈക്വൽ ടു അത് 4 മൈനസ് എക്സ് ആണ്, ഈക്വൽ ടു 4 മൈനസ് 2 മൈനസ് റൂട്ട് 2 ഈക്വൽ ടു 4 മൈനസ് 2 പ്ലസ് റൂട്ട് 2 ഈക്വൽ ടു 4 മൈനസ് 2 ആണ്, 2 പ്ലസ് റൂട്ട് 2. ഇപ്പോൾ ഇവിടെയും രണ്ട് വാല്യൂ നമുക്ക് രണ്ട് നമ്പർ കിട്ടി. അപ്പോൾ ഇവിടെ എക്സിന് പ്ലസ് വാല്യൂ എടുത്താലും മൈനസ് വാല്യൂ എടുത്താലും നമ്മുടെ നമ്പേഴ്സ് 2 മൈനസ് റൂട്ട് 2 ആൻഡ് 2 പ്ലസ് റൂട്ട് 2 ആണ്. നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടും.